പനിയാണ് കേട്ടോ, മഴയത്തിറങ്ങി കളിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് തറവാട്ട് കുടുംബക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴി കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടു. അപ്പം അവിടെ നിന്ന് എല്ലാവരെയും കാണിച്ചു തരുത്തിട്ടാണ്. ഇങ്ങനത്തെ വെള്ളം കണ്ട ആരൊന്നും ഇറങ്ങാതെ നോക്കാതെ നിക്കല്ലേ. നല്ല ഭംഗിയില്ലേ? ഈ വഴി വന്നത് തന്നെ എന്തിനാ നമ്മളറിയോ, ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ രസമല്ലേ ഇവിടെയൊക്കെ? കഴിഞ്ഞ പ്രാവശ്യം വന്നെന്ന് ഇവിടെയൊക്കെ മീൻ പിടിക്കുന്നത് കാണിച്ചിട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മളെ വീഡിയോയിൽ കാണിച്ചു തന്നു. ഇവിടെയൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കൂടെയൊക്കെ ഫുള്ള് ഇവിടെയൊക്കെ വെള്ളം ആവാണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല വെള്ളമാവും ഇത് കൂടെയൊക്കെ. ഇപ്പോൾ മീൻ പിടിക്കുന്നതും വാലിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തല്ലേ നോക്കാം, അവിടെയൊക്കെ കയറും വെള്ളം. ഇന്നത്തെ ഈ മഴയിലൊക്കെ കയറും. അപ്പോൾ അത് പറഞ്ഞാൽ ഈ തോട് എന്ന് പറഞ്ഞാൽ ചെള്ളിത്തോട് അങ്ങോട്ട് പോണതാട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കുട്ടി മരിച്ചത്. അപ്പോൾ ഇവിടെ നിന്നല്ല, ഈ തോടാണ് ഇങ്ങനെ പോകുന്ന തോട്. അതിൻ്റെ അപ്പുറം നട്ടാം കുട്ടി മരിച്ചത് ഇന്നലെ. അപ്പോൾ അവിടെയാണ് തിരുവാലിയാണ് ഞങ്ങളുള്ളത്. ആ സ്ഥലം നമ്മൾ കാണിച്ചിട്ടില്ല. രാവിലെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഒരട്ടം കൂടി പനിക്കുന്നുള്ളതാണ്. നമ്മള് വീഡിയോ എടുക്കാനുണ്ടേ, ആൾക്കാര് ഫുള്ള് വന്ന് നോക്കുന്നുണ്ട്. ഒന്ന് ചവിട്ടി പോണ്ട്. ഇവരെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. നമ്മളെ കണ്ട ആൾക്കാരുടെ എന്താണോ പാമ്പല്ലേ ഈ പാലത്തിന്റെ അടിമുട്ടാൻതായിട്ടില്ലേ. ഇന്നൊരു നല്ലൊരു മഴ കൂടി പെയ്തൊന്ന് മൊത്തം കവിഞ്ഞു പോകും. മഴ തിന്നാലേ പനി അടിച്ചാകുമ്പോ ഇതല്ല എന്തറിയാത്ത ഗീറങ്ങനെ അടിച്ചാ കേടരും. എന്നാ പോവാ, നമ്മള് പോവാട്ടോ. നമ്മളമ്മേനെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നതാണ്. ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ലക്ഷിച്ച് ചായയൊക്കെ ആക്കി കൊടുത്ത് പോകുന്നതാണ്. രാവിലെ ഇറങ്ങി കേട്ടോ. ഇപ്പൂസേ ചായയാണോ പോകുമ്പോ? ഒന്നും ഞായറാഴ്ച എവിടെയും തുറന്നിട്ടില്ല. നമ്മളവിടെ പോകുമ്പോ വല്ലാതെ വലിയ അങ്ങാടി നല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ചായക്കടയൊന്നും തുറക്കൂല. പിന്നെ പുറത്തുനിന്നും അല്ലാതെ കഴിക്കലില്ല, എപ്പോഴേലൊക്കെ കഴിക്കലുള്ളൂ. കാര്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ. ഇനി പോണത് പാടത്തിന്റെ അക്കത്ത് കൂടെ. പോണത് പാടത്തിന്റെ അക്കത്ത് കൂടെ അപ്പൂസ് പറയണേ. തെങ്ങും തോട്ടവും തോടും മഞ്ഞ പൂവൊക്കെ ഒന്നായി. ഇതാ പണ്ടത്തെ പൂവാണ് നമ്മള് പൂവിടാനൊക്കെ എടുക്കണേ. ഇപ്പൊ ചുണ്ടിലിട്ട പണി കിട്ടൂലേ. ഇടയ്ക്ക് തോട് നിറഞ്ഞു പോണേ. എല്ലായിടത്തും നമുക്ക് അത്ഭുതമാണ്. ഇതുകൊണ്ട് കുടുങ്ങിയ ആൾക്കാരില്ല ഇഷ്ടം പോലെ. പിന്നല്ലാതെ ഇന്നലെ തന്നെ നമ്മള് പറഞ്ഞ വീഡിയോയില് ഞങ്ങൾക്ക് അത്ര വെള്ളത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചിട്ട് കഴിഞ്ഞാല് വെള്ളമൊക്കെ കേറിയിട്ടുണ്ട് ഒരുപാട് വീടുകളിലേക്കൊക്കെ കേട്ടോ. ഇപ്പൊ ഫുള്ള് റബ്ബറും തോട്ടാട്ടോ. പാടത്തോട് കയറി ഓരോ സ്ഥലങ്ങളൊക്കെ ഇരിപ്പിടം. അതേപോലെ വൈകുന്നേര സമയത്തൊക്കെ ആൾക്കാര് ഒന്നിങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്ഥലമാണ്. പയറ് കൃഷിയാണ് കേട്ടോ. ഓണാമ്പത്തിന് ഫ്രഷ് പയറ്, നീളം പയറ്. നമ്മളിതില് പോരുന്ന വഴി ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചെറിയൊരു കൂടെ വഴി കൂടെ പോവാൻ തന്നെ കാരണേ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ അതൊന്ന് കാണിച്ചു തരണം കരുതിയിട്ടുണ്ട്. നമ്മളെ കണ്ടില്ലാത്ത പാടം അത് കാണിക്കണം കരുതിയിട്ടാട്ടോ. നമ്മളെ വീട്ടിലെത്തി ചായക്കടിക്കുള്ള ഒരുക്കാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കണ പുട്ടാണ് കേട്ടോ. പുട്ടും കടലയും. മാവേലിന്ന് കടലൊന്ന് വിസിലടുപ്പിച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി കൂട്ടി വെച്ചതാണ്. ബാക്കി ഒക്കെ പിന്നെ ആക്കുള്ളൂ കേട്ടോ. ഒരു അടുപ്പത്ത് പാറിനുള്ള ചിക്കൻ വെച്ചതാ. ഞാന് ആ കഷ്ണം വെച്ചിട്ടുണ്ട്. പറഞ്ഞത് എടുക്കാം. പിന്നെ ഞങ്ങളെ കാത്തു നിൽക്കേന്നോള്. അപ്പൊ ഇത് വെയിറ്റ് ചെയ്ത് കേട്ടോ. ഇത് കിട്ടിയാലേ ഇവിടുന്ന് പോകുള്ളൂ. ആരോ ചിക്കനായോ? പിന്നെ ശർക്കര ഇട്ടിട്ടാണ് ചായ തിളക്കാൻ വെക്കുമ്പോൾ തന്നെ ശർക്കരന്റെ കട്ടിട്ടാണ് വെക്കാണ് കേട്ടോ. തിളപ്പിച്ചെടുക്കുകയാണ്. ചായ തിളക്കുമ്പോൾ കൂട്ടത്തിൽ ശർക്കരയാണ് അലിഞ്ഞോളും. പിന്നെ ഇനി പൊടിയിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതൊക്കെ കിടന്ന് തിളക്കട്ടെ. മുട്ടുപൊടി ആദ്യം നമുക്കൊന്ന് കുതിരാൻ വെക്കണ്ടേ. 5-10 മിനിറ്റ് കുതിർത്താൻ വെക്കണം. എന്നാൽ ചിലപ്പോൾ അതിലൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ചായന്റെ സമയമൊക്കെ തെറ്റിയിട്ടുണ്ട്. കുറച്ചെടുത്ത പൊടി തന്നെ ഉണ്ടായിരുന്നു. പുട്ടും കടല.
മാസ്ക് ഇടുക കുഴപ്പമൊന്നുമില്ല മാസ്ക് ഇടുക കുഴപ്പമില്ലല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മക്കനല്ലേ ഈ അപ്പൂസിന് പകർന്ന പ്രശ്നമാണ്. ചേച്ചിമാർക്കൊക്കെ വരാണ്ട് ചേച്ചിമാർക്കും പനിയാണ്, സാധിക്കും പനിയാണ്, സന്ധ്യച്ചിക്ക് പിന്നെ തൽക്കാലം ഈ മാസം കൂടിയുള്ള പണി. പിന്നെ മകളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. രണ്ടാമത്തെ പ്രസവം. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണ്ടല്ലെങ്കിൽ ഇവരോട് നിൽക്കും. നമ്മളുണ്ടല്ലോ മതിയല്ലേ. എന്നാലും സുഖമില്ലാത്തപ്പോ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ സൂക്കടൊക്കെ മാറിയല്ലോ, ഒക്കെ റെഡിയല്ലോ. വേറെ പണിക്കൊന്നും സമ്മതിക്കൂല കേട്ടോ. ഇത് ചൂടാണെന്ന് സമ്മതിക്കൂല. ഇതിപ്പോ എന്തിനാ വിട്ടെടുക്കണെന്നറിയാം. എന്നാലും പൊള്ളിയിട്ടുണ്ട്. അപ്പൊ അറിയാം നല്ലോണം പൊള്ളുന്നു, അതാണ് വിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇതിപ്പോ ഇന്നിങ്ങനെ ഉടയ്ക്കാനൊന്നും സമ്മതിക്കൂല. കൊടുത്താ തിന്നോക്കട്ടാ. ആടാ ചൂട് ചൂട് വേണ്ടേ? ഒരു പേടി എടുക്കുന്ന നിർബന്ധം. അയ്യോ ചായ ആയിട്ടാ. ഇത് പൂച്ചക്കുട്ടിയല്ലേ, ഇതിനെന്തിനാ ഇങ്ങനെയൊക്കെ ഉടച്ചൊക്കെ കൊടുക്കണം, അതിന് തിന്നാൻ പറ്റൂല എന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെ നമ്മളെ കുട്ടിയല്ലേ, നമ്മളെ കുട്ടിയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കൂലേ, അത് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓള് എല്ലാം കടിച്ച് പൊട്ടിക്കും. അന്ന് ചൂടോടെ കിട്ടുന്ന വായിച്ചിട്ട് നിച്ചണ്ടതൊക്കെ. കുറച്ചുകൂടി ഇതില് വെള്ളമാണ് കേട്ടോ. ഇതിന്റെ നീര് ഇങ്ങനെ ഈ മഞ്ഞപ്പൊടിന്റെ വെള്ളം ശരിക്കും ഇതിൽ കുറച്ചിങ്ങനെ വേണം. ഉപ്പൊന്നും ഇടും, ഇതിൽ ഉപ്പൊന്നും ഇടൂല കേട്ടോ. മഞ്ഞൾ മാത്രം. പക്ഷെ മഞ്ഞപ്പൊടിന്റെ വെള്ളം ഉണ്ടെങ്കിൽ ഇതില് വയറ്റില് ചിലത് നല്ലതാണ്. ഉള്ളി കടല വെന്തിട്ടുണ്ട്, അത് നോക്കിക്കാനാണ്. കണ്ടടിക്കുക പുട്ടും കുറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ടാക്കുക സംഭവം ഈസിയാണ്, പെട്ടെന്ന്. പുതിയ പുട്ടും കുറ്റിയല്ലേ? മഴയ്ക്ക് രസം കുറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മളിവിടേക്ക് മഴയ്ക്ക് കുറവുണ്ട്. രാവിലെ നീറ്റിന്റെ ശേഷം അത് മാത്രം മഴയില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ മഴ ചെയ്താലും വല്ല പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളുള്ള ഒരുപാട് സ്ഥലം ന്യൂസിൽ നമ്മൾ കുറെ കണ്ടെന്നല്ലേ. എല്ലാവരും വിശേഷമൊക്കെ എന്തൊക്കെയാണ്, മഴയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇടണേ. നമുക്ക് കുഴപ്പമില്ല, സേഫായിട്ട് ഇരിക്കണേ. അതേപോലെ എല്ലാവരും ആണെന്ന് വിശ്വസിക്കണേ. എല്ലാവരും പറയണം കേട്ടോ. പുട്ടെന്തായി വെക്കാൻ പോകണം. വെള്ളം തിളച്ച് കിടക്കണേ. കടലയാണ് തേങ്ങ അരച്ചതാ? അല്ല, മല്ലിയും മുളകും നമ്മൾ മല്ലി ഉണക്കി പൊടിച്ചതാണ്, അത് ഇട്ടിട്ടാണ്. തേങ്ങ അരക്കുന്നില്ല. പുട്ട് അത് ആക്കിയതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കടി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഉള്ളി മൂക്കണേക്ക് ഉണക്കി പൊടിച്ച മല്ലിയാണ്. എന്നാലും നമ്മൾ ഉള്ളി മൂപ്പിക്കുമ്പോൾ ആ മുളകിനും മല്ലിനും ചൂടാക്കിയിട്ട് അത് കൊടുത്താൽ ഒന്നുകൂടി വേറെ രുചി മാറ്റം ഉണ്ടാവും. അത് തിളച്ച് വാങ്ങിച്ചിട്ട് കുറച്ച് സമയമായില്ലേ. വെള്ളക്കടലയാണ്. പിന്നെ ഈ നിലക്കടലല്ലേ അതിന്റെ വെള്ളം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഈ മസാല ഒന്നും കൂടി ഞാൻ വേവിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അപ്പം കളർ കുടിക്കും. അപ്പം നമ്മൾ പുട്ട് റെഡി. ചെറിയ രസം മതി. മതിയോ? അതെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം തേങ്ങന്റെ ഇവിടെ അവിടെ തന്നെ. പിന്നെ ഇതിന്റെ ഇവിടെ കുറെ ചണ്ടി ഉണ്ടല്ലോ, അതൊക്കെ എന്താ കേട്ടോ, എല്ലാ പുട്ടിന്റെയും ഈ രണ്ട് സൈഡും എടുത്ത് തിന്നണ പാടിയാ. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ അതിന്റെ മറ്റേ അരിഭാഗം മാത്രമേ കിട്ടുള്ളൂ. ഇഷ്ടമല്ല. എത്ര കുറ്റിയാണോ? നിങ്ങളൊക്കെ ചെറിയ കഷ്ണം തിന്നണുള്ളൂ വെച്ചാൽ പിന്നെ കുറേ ചൂടേണ്ട ആവശ്യമില്ല. നിർത്തും. എല്ലാവർക്കും ഓരോ കഷ്ണം. നല്ല ചൂടില്ല. അങ്ങനെ വായക്കിട്ടാതെ കട്ടൻ ചായ മതി, അതാ രസം. പക്ഷെ പുട്ടിന് കടല എന്നാ പറയാ. പുട്ട് കടല, പുട്ട് പഴം. പഴം കേട്ടോ നമുക്ക്. പഴമുണ്ട്. കാരണം ഇന്നലെ ഞാൻ ഗുളിക കുടിച്ചപ്പോ തൊണ്ടയില് ഗുളിക ആകെ പ്രശ്നമായി. ഇന്നലെ രാത്രി എരുമാക്ക് കൊടുക്കാത്ത ഗുളികയാണ് ഈ മൂത്രക്കല്ല് കുടിക്കാനുള്ള വലുത്.
നല്ല മഴ അത് കൂടെ ഗുളിക കുടിക്കാൻ പോയതാണ്. എന്നിട്ട് ഒരുപാട് ഗുളികയുണ്ട്. ആ പേടി കാരണം ഞാൻ അന്നേരം ഗുളിക കുടിച്ചിട്ടില്ല. ഇല്ല അതൊണ്ടേ കുടുങ്ങി എത്ര 8 ഗുളിക കുടിക്കാണ്ട്. അപ്പൊ വലിയ വലിയ ഇത്ര വലിപ്പമുള്ള ഗുളിക വരോന്ന്. അത് ആ കവറിലുള്ള പോലത്തെ അല്ലേ, അത് അവിടെ ഒട്ടിയിട്ടുണ്ട് തോന്നുന്നു തൊണ്ടേന്റെ ഇവിടെ. എന്നിട്ട് നമുക്ക് ഡോക്ടറെ നമുക്ക് വിളിച്ചു, ഡോക്ടർ നമ്മളെ വീഡിയോ കാണാണ് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വിളിക്കും. നമ്മളെ ക്ലിനിക്കാണ് ഇവിടെ വന്നില്ലേ റെജിന താത്ത. അപ്പൊ ആള് ഡോക്ടറൊക്കെ വിളിച്ച് ചോദിച്ചു. അവന് ചൂടുവെള്ളം കുടിച്ചു, പച്ചവെള്ളം കുടിച്ചു, പഴം, ചോറ്, ഈ സാധനങ്ങളൊക്കെ ആക്കി. എന്തായാലും രാവിലെ ആകുമ്പോഴേക്കും റെഡിയായി. കറക്റ്റ് ടൈമിലൊക്കെ മെസ്സേജ് അയച്ചു നമ്മൾക്ക്. അപ്പൊ നമ്മളൊരു കാര്യം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേടിക്കാനൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്ന് നിൽക്കുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എന്താ പറയാൻ കാരണം എന്തെങ്കിലും പറഞ്ഞത് അതിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ വീഡിയോ കാണിക്കാൻ ചെറിയ കുട്ടല്ലേ ഇതിന്റെ സൈഡ് ഈ 2 സൈഡ് മാത്രം വെക്കുന്നുണ്ടോ? ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുകയാണേ പേടിയാണ് കഴിക്കാൻ. ആ സൈഡത്തെ കളയാൻ പറയാ നാളികേരം. ഒരു വേണ്ടാന്ന് ഒരു വെറൈറ്റി സ്വഭാവം. പിന്നെ പാൽച്ചായ നമ്മള് കുടിക്കില്ല കേട്ടോ. എപ്പോഴും മറ്റേ 5 റുപ്യന്റെ ഹോർലിക്സ് കൊണ്ടുവന്ന് കുടിക്കുന്നല്ലാതെ പണ്ടിട്ടേ കട്ടൻ ചായയാണ് കുടിക്കുക. അമ്മയ്ക്ക് പുട്ടും കടലേ ഇഷ്ടമുള്ളവര് പറയട്ടോ. അത് കോമ്പിനേഷനാണ്. ചൂടില്ലാന്നറിയില്ല, തിളച്ച ചൂടാ. അപ്പൂസ് കറിഞ്ഞില്ലേന്ന് നോക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അത്രയ്ക്ക് രസമൊന്നുമില്ല, കോരി എടുക്കണ്ട. അമ്മ പുട്ടും കടലേട്ടന്ന് എല്ലാരും കഷ്ടം ഉണ്ടോന്ന് ചോദിച്ചിട്ടാണല്ലോ. എല്ലാരും ഓരോ ബാക്കി പീസും ഉണ്ട് ഇതില്. അപ്പൂസിന്റെ നാളികേരം ഒക്കെ ചെന്നോ. അമ്മ ഗ്യാസ് വരും കേട്ടോ. ഒക്കെ പാടെ തിന്നാല് ചെറുത് മതി കേട്ടോ. ആവി വറക്കണം പുട്ട്, ആവി വറക്കണ ചായ. ആദ്യം എത്ര ആവി വറക്കണ പോലെ തിന്നലിൽ നമ്മള് അല്ലെങ്കിൽ തണുത്തിട്ടാണ് തിന്നാൻ എല്ലാവരും വെച്ചാല്. അപ്പൂസെ ആ കടലൊക്കെ പാടെ വാരി തിന്നുണ്ടേ. കുട്ടീന്റെ അപ്പൊ ഇന്ത്യയിലാട്ടോ കുറച്ചുള്ളത്. ഞാന് വല്ലതും തിന്നാനല്ല കേട്ടോ. അതുകൊണ്ട് അവിടെ കരയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര എടുക്കണുള്ളൂ. അടക്കം കൂടുതലുള്ള ആ ചട്ടിയിലൊക്കെ ചെറുത്താണ് ചുട്ടതൊക്കെ. ചെറുത്തല്ല പുട്ട് ഇതായത്. ഇടയ്ക്കില്ല ആയിരത്തില്ല കൂടുതൽ പറഞ്ഞേ. ഇവിടെ കുറച്ചുള്ളൂ. ഇടയ്ക്ക് ഇതന്നെ ഞാൻ ഇവിടുന്ന് ബാക്കിയാക്കട്ടോ. കടലുണ്ട് എടുക്കാണ്ട് കുറച്ചുകൂടി. ഇന്നത്തെ രാത്രി ഷിജിനെ കാണില്ല. രാവിലത്തെ വിശേഷം കേട്ടോ നമുക്കൊന്ന്. അപ്പം ഇപ്പം തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി നാളെ വേറെ വിശേഷമായിട്ട് വരാം. എന്നും 2 ദിവസം കൊടുക്കാതെ വീടിട്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ തിരക്കാൻ എല്ലാവരും ഉണ്ടാവുമ്പളേ നമുക്ക് വീഡിയോ എടുക്കലും പിന്നെ അപ്പം അമ്മയ്ക്ക് വല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, റെഡി ആയില്ലേ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഡെയിലി നമ്മൾ വരണം കരുതലുണ്ട് വീഡിയോ ആയിട്ട്. അപ്പം നാളെ കാണാം.